ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ഉരുളൻകിഴങ്ങും മുട്ടയും വെച്ചിട്ട് നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഉരുളൻകിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ പൊട്ടാറ്റോ നമ്മൾ പൊരിക്കാൻ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉരുളൻകിഴങ്ങും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യേണ്ടതെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏത് ഓയിലാണുള്ളത് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരാം. ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഈ 3 മുട്ടയും ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് കൂട്ടാനുകളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ, ജോലിക്ക് പോകുന്നവർക്ക് അവർക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഓംലേറ്റാണിത്. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ മുട്ടയിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ 2 ഇലകൾ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ മല്ലിയില ലേശം ഉള്ളതുകൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ ഈ മല്ലിയില. ഇതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമ്മുടെ ഓംലെറ്റിനെ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം പിന്നീടൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ആയതിനു ശേഷം നമുക്കിത് നമ്മുടെ പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റിൻ്റെ 2 ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പൊട്ടറ്റോ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.